എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഏറ്റവും മോശപ്പെട്ട വർക്ക് നടക്കുന്നത് നമ്മുടെ വടകര ഭാഗത്തേക്കാണ്. വടകര വടകരയിലുള്ള സുഹൃത്തുക്കളെ ഒരു 2 കൊല്ലം വരെ നിങ്ങൾ എന്തായാലും ആ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും. സുഹൃത്തുക്കളെ നമസ്കാരം. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് കാസർഗോഡ് ബേവിഞ്ച 2ാമത്തെ റീച്ചിൽ അവിടെ ഒരു കൊളാപ്സ് ആയിട്ടുള്ള ഭാഗം കാണിച്ച് നേരെ ഇങ്ങോട്ട് തിരിച്ചു പോകുന്നതാണ്. പിന്നെ നിങ്ങൾക്കറിയല്ലോ, നല്ല മഴയാണ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ എല്ലാ ജില്ലയിലും നല്ല മഴയാണ്. പിന്നെ നമുക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്കിതുവരെ അങ്ങനെ പോകാൻ പറ്റാത്തത്. അപ്പോൾ ഏതായാലും ദേശീയപാതയുടെ പണി നമ്മൾ വിചാരിച്ച പോലെ മലബാറിൽ പെട്ടെന്ന് തീരും എന്നൊക്കെ നമ്മൾ കുറേ മുമ്പ് ഇങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ മലബാറിലൊന്നും ഈ മലപ്പുറം 1ാമത്തെ റീച്ച്, അതേപോലെ 2ാമത്തെ റീച്ച്, കാസർഗോഡ് ജില്ലയിലെ ഫസ്റ്റ് റീച്ച്, പിന്നെ കണ്ണൂർ ജില്ലയിൽ മേഘയുടെ കുറച്ചൊരു ഭാഗത്തും അതേപോലെ വിശ്വസമുദ്രയുടെ പിന്നെ പണി നടക്കണേ ഇല്ല. നമ്മൾ സാധാരണ തിരുവനന്തപുരം വരെ, അതായത് കഴക്കൂട്ടം കാരോട് ആ ഒരു ബൈപ്പാസിൻ്റെ ഭാഗം പോയി വന്നതിന് ശേഷമാണ് ഒരു റിവ്യൂ നടത്തൽ. സാധാരണ നമ്മൾ ഇങ്ങനെ പറയലുണ്ടോ. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും, അതേപോലെ ഇടയ്ക്ക് കാണുന്ന ആൾക്കാർക്കും ഈ ഒരു റിവ്യൂവിനെ പറ്റിയൊക്കെ അറിയാൻ പറ്റും. നമ്മൾ ഈ ഒരു ദേശീയപാതയുടെ പണി എന്ന് തീരും, അതേപോലെ എപ്പോഴാണിത് പൂർണ്ണമായിട്ടും തുറന്നു കൊടുക്കുക എന്നൊക്കെ അറിയാൻ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ടാവും. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, മലബാർ മേഖലയിൽ ദേശീയപാതയുടെ പണി നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മലബാർ ആദ്യം തുറന്നു കൊടുക്കുന്നത്. മലബാറിലെ 2-3 റീച്ച്, അതായത് മലപ്പുറം 1ാമത്തെ റീച്ചിൽ ചെറിയൊരു കൂരിയാട് ഭാഗത്ത് ചെറിയൊരു തകർച്ച, അതേപോലെ 2ാമത്തെ റീച്ചിൽ ഏകദേശം ഓക്കെയാണ്. പിന്നെ കാസർഗോഡ് ജില്ലയിലെ 1ാമത്തെ റീച്ചും, ഈ ഒരു 3 റീച്ചാണ് തുറന്നെടുക്കാൻ പറ്റുക. പിന്നെ നമ്മുടെ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി ഡിസംബർ അവസാനത്തോട് കൂടിയിട്ട് കേരളത്തിലെ ദേശീയപാത തുറന്നെടുക്കുന്നത് എങ്ങനെയാണ് പറയുന്നത് അറിയാം. മുപ്പരിഞ്ഞ ആരെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിക്കപ്പെട്ടോ എന്താണ് സംഭവം എന്നറിയില്ല. ഏതായാലും നമുക്ക് ഈ ഒരു 3 റീച്ച് പ്രതീക്ഷിക്കാം. മലപ്പുറം 1ാമത്തെ റീച്ച്, 2ാമത്തെ റീച്ച്, കാസർഗോഡ് ജില്ലയിലെ 1ാമത്തെ റീച്ചും, ഊരാളുങ്കലിൻ്റെ റീച്ച് കേട്ടോ. ബാക്കിയുള്ള പണിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ബേവിഞ്ച ഭാഗത്തെ കാഴ്ചകൾ നിങ്ങൾ കണ്ടതാണ്. അതേപോലെ നീലേശ്വരം ഭാഗത്തും കാര്യമായിട്ട് പണിയിലൊരു വേഗത ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ നേരെ കണ്ണൂർ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കണ്ണൂർ കുപ്പം ഭാഗത്ത് വൻ ഷോക്കാണ്. തളിപ്പറമ്പ് ബൈപ്പാസ് കേട്ടോ. തളിപ്പറമ്പ് ബൈപ്പാസിൽ കാര്യമായിട്ടുള്ളൊരു പുരോഗതി ഉണ്ടായിട്ടില്ല. പിന്നെ നല്ല മഴയാണ്. പിന്നെ പയ്യന്നൂർ ഈ സൈഡിലേക്ക് വന്നുകയാണെന്നുണ്ടെങ്കിൽ പയ്യന്നൂർ ബൈപ്പാസിലൊന്നും കാര്യമായിട്ടുള്ളൊരു പുരോഗതി ഉണ്ടായിട്ടില്ല. അതേപോലെ കാലിക്കടവ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ആ ഒരു ഭാഗത്തൊക്കെ ലൈൻ മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ കാര്യമായിട്ടുള്ളൊരു പുരോഗതി ആ ഭാഗത്തൊന്നുമില്ല. പിന്നെ കണ്ണൂർ ബൈപ്പാസിൻ്റെ ഒക്കെ കാഴ്ചകൾ ഞാൻ കാണിച്ചതാണ്. കണ്ണൂർ ബൈപ്പാസിലൊക്കെ ആ ഒരു മഴ പെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു മഴ അങ്ങോട്ട് മാറി 2 മാസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും പണികളൊക്കെ നടത്തുക. അങ്ങനത്തെ അത്രയും ചളി അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് അവിടെ ഉണ്ട്. പിന്നെ കൊളാപ്സ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ ഇങ്ങനെ കോൺക്രീറ്റ് വാളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മലബാർ ഏരിയയിലായാലും ഈ ഒരു 3 റീച്ചിൽ മാത്രമാണ് കാര്യമായിട്ടുള്ളൊരു പണി നടന്നിട്ടുള്ളൂ. പിന്നെ ബുദ്ധിമുട്ടില്ലാത്ത ഭാഗത്ത്, അതായത് പിലാത്തറ, അതേപോലെ നമ്മളെ പയ്യന്നൂർ ആ ഭാഗത്തൊക്കെ കുറച്ച് പണികൾ ഇങ്ങനെ പുരോഗതി ഉണ്ട്. ആ ഭാഗം എന്തായാലും നമ്മൾ കാണിക്കും. അത് മഴ പെയ്തുകൊണ്ട് ഇങ്ങനെ തിരിച്ചു പോകുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞ മലബാർ വിട്ട് ഇപ്പോൾ തെക്ക് ഭാഗത്ത് അങ്ങോട്ട് പോയിക്കാന്നുണ്ടെങ്കിൽ ആലപ്പുഴ നമ്മൾ അരൂർ തുറവൂർ അശോക ബിൽഡ്കോണ്ട ആ ഒരു എലിവേറ്റഡ് ഹൈവേ, അതിൽ നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ പിന്നെ KCC ആ ഒരു ആലപ്പുഴ ബീച്ച് എലിവേറ്റഡ് ഹൈവേ, അവിടെ പിന്നെ ഒരു ചെറിയൊരു വേഗത കമ്മി ഉണ്ട്. പിന്നെ അങ്ങോട്ട് വിശ്വസമുദ്രയുടെ റീച്ച് ആട്ടോ, അതായത് കണ്ണൂർ ബൈപ്പാസിൽ പണിയെടുക്കുന്ന വിശ്വസമുദ്രയാണ് ആ സൈഡിൽ പണിയെടുക്കുന്നത്. അത് കുറച്ചൊരു വേഗത കൂടിക്കണമെന്ന് ഒരു സംശയമുണ്ട്. കാരണം കുറച്ച് ആൾക്കാർ നമുക്ക് മെസ്സേജ്, ബ്രോ ഇവിടെയൊക്കെ നല്ല അപ്ഡേറ്റ് ഉണ്ട്, ഒന്നും ഇങ്ങോട്ട് പോകാൻ. പിന്നെ കൊല്ലത്ത് എത്തിക്കാന്നുണ്ടെങ്കിൽ കൊല്ലം ബൈപ്പാസ് ആയിട്ട് കഴിഞ്ഞ് കല്ലമ്പലം കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ പിന്നെ തീരെ പണിയിൽ ഒരു പുരോഗതി ഇല്ല. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മൾ സാധാരണ ആ സൈഡിൽ പോകുമ്പോൾ നമ്മളിങ്ങോട്ട് വിലയിരുത്തല്ലേ അല്ലെങ്കിൽ റിവ്യൂ പറയാറ് ഇവിടെ ഇനി എന്ന് പണി തീരാനാ. മലബാർ ഏരിയയിൽ അന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു വാഗടിൻ്റെ പണികളൊക്കെ കുറച്ച്, അതായത് കൊയിലാണ്ടി ബൈപ്പാസിലൊക്കെ കുറച്ച് പണി സ്പീഡ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇത് പെട്ടെന്ന് തീരും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഏറ്റവും മോശപ്പെട്ട റീച്ച്, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ ഏറ്റവും മോശപ്പെട്ട വർക്ക് നടക്കുന്നത് നമ്മുടെ വടകര ഭാഗത്തേക്കാണ്. വടകരയിലുള്ള സുഹൃത്തുക്കളെ ഒരു 2 കൊല്ലം വരെ നിങ്ങൾ എന്തായാലും ആ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും. കാരണം മറ്റുള്ള സ്ഥലത്തേക്ക് ഇപ്പോൾ അരൂർ തുറവൂർ ട്രാഫിക് ജാമാണ്. പക്ഷേ ഈ വടകര ഭാഗത്ത് തിരുവങ്ങൂർ മുതൽ കുഞ്ഞിപ്പള്ളി വരെ, അതായത് മാഹി ബൈപ്പാസിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കുഞ്ഞിപ്പള്ളി പറഞ്ഞാൽ ആ പള്ളിൻ്റെ ഭാഗം വരെ വളരെ ശോകം എന്ന് പറഞ്ഞാൽ അതിലൂടെ യാത്ര ചെയ്ത ആൾക്കാർക്ക് എത്രത്തോളം ക്ഷമിക്കാൻ കഴിവുണ്ട് എന്നുള്ളത് കിട്ടും. നിങ്ങൾക്ക് ആർക്കെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരെ, അല്ലെങ്കിൽ ഈ ഒരു ഇതുണ്ടല്ലോ നമ്മൾ വെത്തപ്പാട്, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒരു ദേഷ്യം വരിക, അങ്ങനെയൊക്കെ ഒരു തീരെ ക്ഷമിക്കാൻ കഴിവില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കാട്ടുവരുമോ,
വണ്ടി എടുക്കുക, എണ്ണ അടിക്കുക, തിരുവങ്ങൂർ മുതൽ കുഞ്ഞിപ്പള്ളി വരെ യാത്ര ചെയ്യുക. അവിടുന്ന് ഒരു മാഹിക്ക് ഒരു യാത്ര ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്രത്തോളം ക്ഷമിക്കാൻ പടച്ചോൻ കൈ വന്നിട്ടുണ്ടെന്നില്ല. അത്രക്കും മോശമാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും തോന്നുന്നു വേറെ ഏത് സംസ്ഥാനത്തേക്ക് ഇതേപോലത്തെ പണി നടക്കേണ്ടറിയില്ല. ഇത്രയും മോശപ്പെട്ട ഒരു പണി വടകര റീച്ചിൽ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആദ്യം കുഴപ്പമൊന്നും കേട്ടോ. ആദ്യമൊക്കെ കൊയിലാണ്ടി ബൈപ്പാസിലൊക്കെ നല്ല വേഗത്തിൽ പോയി. കൊയിലാണ്ടി ബൈപ്പാസിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 50% നമ്മളെ DBM ചെയ്യുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതായത് മണ്ണിട്ട് ഉയർത്തുന്ന സ്ഥലത്തൊക്കെ RE പാനലൊക്കെ വെച്ച്, പിന്നെ ആ ഒരു കുന്നോരമല അങ്ങനത്തെ ഒരു മല ഉണ്ടല്ലോ, ആ മല മണ്ണിടിച്ചല് അങ്ങനെ ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പോട്ടെ. അപ്പം മലബാർ മേഖലയിൽ ആദ്യം പണി തീരും എന്നുള്ള സാധനം നമ്മൾ കണ്ട് ഒഴിവാക്കണം. അത് ഡിലീറ്റ് ആക്കിട്ടോ. സംഭവം മലബാർ മേഖലയിൽ 2-3 റീച്ചിൽ പെട്ടെന്ന് പണി തീരും. കണ്ണൂർ ബൈപ്പാസ് നേരെ മേക്കും 2028 എന്തായാലും ഒരു 2 വർഷത്തിൽ കൂടുതൽ എടുക്കും കണ്ണൂർ ബൈപ്പാസ്. പിന്നെ വടകരൊക്കെ എന്നാ തീരാന്ന് ഓൽക്കന്നെ അറിയില്ല. പണിയെടുക്കുന്ന ആൾക്കാർക്കേ താല്പര്യമില്ല അവിടെ തീർക്കണം എന്നുള്ളത്. നാഷണൽ ഹൈവേ അതോറിറ്റി എന്താണ് ഒരു ഇതെടുക്കാത്ത എനിക്ക് മനസ്സിലായിട്ട്. കാരണം നമ്മളെ ആറ്റിങ്ങൽ ബൈപ്പാസ് വളരെ ഷോക്കാണ് പണി. ആറ്റിങ്ങൽ ബൈപ്പാസ് പിന്നെ എന്താട്ടി അവരെ കൊണ്ട് കഴിയണില്ല എന്ന് പറഞ്ഞപ്പോൾ അവരിഞ്ഞ് എനിക്കൊന്നും വേറെ ആൾക്കാരെ ഏൽപ്പിക്കും. പക്ഷെ ആറ്റിങ്ങൽ ബൈപ്പാസ് റിയലൈൻമെൻ്റ് ആണ്, ഗ്രീൻഫീൽഡ് ഹൈവേ, അതായത് പുതുതായിട്ടാണ് പാത ഉണ്ടാക്കണത്. അപ്പോൾ അതുകൊണ്ട് അതിൽക്കൂടെ പോണ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പഴയ റോട്ടും കൂടെ കുറച്ച് ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിലും ആറ്റിങ്ങലിൽ ആ ബ്ലോക്ക് ഉണ്ടാകും. അതിൽക്കൂടെ എങ്ങനെയായിട്ട് ബുദ്ധിമുട്ടില്ലാതെ പോയാൽ മതി. പക്ഷേ വടകരൻ്റെ കാര്യം അങ്ങനെയല്ല. കോഴിക്കോട് നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാർക്കും അതേപോലെ നാദാപുരം കുറ്റ്യാടി ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ ഇത് സഹിച്ചുകാണ്ടേ പോകാൻ പറ്റുള്ളൂ. അത്രക്കും മോശം എന്ന് പറഞ്ഞാൽ അത്രക്കും മോശമാണ്. അപ്പോൾ മലബാർ മേഖലയിലെ ഈ ഒരു ഊരാളുങ്കലിൻ്റെ റീച്ച്, KNRൻ്റെ ഇപ്പോൾ 1ാമത്തെ റീച്ചിൽ പാലത്തിൻ്റെ പണി ടെസ്റ്റ് പൈലിംഗ് കഴിഞ്ഞിട്ടുള്ളൂ. പൈലിംഗ് തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇന്നത്തെ ദിവസം വരെ പൈലിംഗ് തുടങ്ങിയിട്ടില്ല. പിന്നെ 2ാമത്തെ റീച്ച് ഏകദേശം ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു 3 റീച്ച് പിന്നെ എന്തായാലും അടുത്ത ഡിസംബറോട് കൂടിയിട്ട് കഴിയുമെന്ന് മൂപ്പര് എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് അറിയില്ല. ഏതായാലും ഡിസംബറിന് മുമ്പായിട്ട് കടിക്കരി ചിലപ്പം കേരളത്തിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇനി കാസർഗോഡ് വരുമോ മലപ്പുറത്ത് വരുമോ എന്ന് അറിയില്ല. ഏതായാലും ഈ ഒരു 3 റീച്ച് ഏകദേശം പണികൾ കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ടുണ്ടാകും. അപ്പം ദേശീയപാതയിലൂടെ പണി കഴിഞ്ഞു എന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വാഹനം ഓടിക്കാം എന്ന് ചോദിക്കണം ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നമുക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കലുണ്ട്. സുഹൃത്തുക്കളെ, പണി ഫുള്ളായിട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 കൊല്ലത്തിലേറെ എടുക്കും കേട്ടോ. ഈ ഒരു റീച്ചിൽ പണി പെട്ടെന്ന് തീർന്ന് നോക്കണ്ട. മറ്റ് റീച്ചിലൊക്കെ വൺ ഷോകാണ്. ഇപ്പോൾ എറണാകുളത്ത് നമ്മളെ പറവൂർ ബൈപ്പാസ് കോൺക്രീറ്റിൻ്റെ പണികൾ മാത്രമാണ് കാര്യമായിട്ട് നടന്നിട്ടുള്ളൂ. ഈ മണ്ണിട്ട് ഉയർത്തുന്ന സ്ഥലത്തൊക്കെ ഇപ്പോഴും വൻ ഷോകാണ്. അതേപോലെ ആലപ്പുഴ ജില്ലയിൽ ഈ ഒരു ട്രഡ്ജിങ് ചെയ്യൽ, അതായത് കായലിൽ നിന്ന് മണ്ണെടുക്കാനുള്ള അനുമതി ആലപ്പുഴ ജില്ലയിൽ കിട്ടിയിട്ടില്ല തോന്നുന്നു. ഇപ്പോഴും കൊല്ലത്തും ഒക്കെയാണ്. കൊല്ലത്ത് നമ്മളെ അഷ്ടമുടി കായലിൽ നിന്ന് മണ്ണെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 2027 അല്ലെങ്കിൽ 28 പൂർണ്ണമായിട്ട് പണി കഴിയുന്നുണ്ടെങ്കിൽ അത്ര സമയം എടുക്കും. ഞാൻ അതും കമ്പനിക്ക് തോന്നിയാൽ മാത്രം. അല്ലാന്നുണ്ടെങ്കിൽ കമ്പനി ഇപ്പോൾ വാഗടൊക്കെ കാട്ടണ പോലെ അങ്ങനെ തോന്നിയ പോലെയാണെന്നുണ്ടെങ്കിൽ 2030 ആയാലും കേരളത്തിലെ ദേശീയപാതയുടെ പണികൾ പൂർണ്ണമായിട്ടും തീരില്ല. അപ്പോൾ ഏതായാലും നമ്മൾ ഈ ഭാഗത്തെ കാഴ്ചകൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരട്ടോ. കാര്യമായിട്ടുള്ള അപ്ഡേറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ഇനി ആലപ്പുഴ വിശ്വസമുദ്രയുടെ റീച്ചിലൊക്കെ കുറച്ച് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പിന്നെ നമ്മൾ കാസർഗോഡിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഞാൻ എന്തോ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ നമുക്ക് പൈസ അയച്ചു തന്നിട്ടുണ്ട്. നമ്മൾ കാണാത്ത ഒരുപാട് ആൾക്കാർ 500 1000 കുറച്ച് ആൾക്കാരൊക്കെ പൈസ അയച്ചിട്ടുണ്ട്. ഇവരൊക്കെ നമ്മൾ ഈ നോർത്തിലുള്ള ഇതേപോലത്തെ വികസന കാര്യങ്ങൾ കാണിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഞാൻ സൂററ്റിലോട്ട് ഒരു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ പ്രളയമാണ് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ക്യാൻസലാക്കി. ഏതായാലും ആ ഒരു ഇതിലായിട്ട് നമ്മളിങ്ങനെ മാറുകയാണ്. അതായത് ഫുള്ള് നാഷണൽ ഹൈവേ ആയിട്ട് കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇതേപോലത്തെ ബുള്ളറ്റ് ട്രെയിൻ്റെ ഒക്കെ പണിയുണ്ട്. നിങ്ങൾ ഏതാ പണി? ഇന്ത്യയിലാണ് ബുള്ളറ്റ് ട്രെയിൻ വരാൻ പോകുന്നത്. നിങ്ങൾ അറിയങ്ങൾ അതും വല്ലാത്ത പണിയാണ്. അങ്ങനത്തെ ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. അപ്പോൾ അതങ്ങനത്തെ കുറച്ച് പണികളൊക്കെ കാണിച്ച് കണ്ട് സെറ്റാക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മളെ നാഷണൽ ഹൈവേൻ്റെ അവസ്ഥ കേട്ടോ. 2030 പ്രതീക്ഷയോളൂ, അല്ലാന്നുണ്ടെങ്കിൽ 28 പ്രതീക്ഷയോളൂ സെറ്റ്. ഇതിൻ്റെ കൂടെ തന്നെ കോഴിക്കോട് ബൈപ്പാസ് പിന്നെ കുറേ കാലമായിട്ട് ഓപ്പൺ ആയ പോലെയാണ്. അതിലൂടെ പിന്നെ അധികം ബുദ്ധിമുട്ടില്ലാതെയാണ് ഇപ്പോൾ ദീർഘദൂര യാത്രക്കാർ പോലെ. അപ്പം 2 ടോൾ ഗേറ്റിൽ പൈസ കൊടുക്കാൻ ഉടനെ തയ്യാറായിക്കോളി. വെട്ടിച്ചിറ ടോൾ ഗേറ്റിലും കോഴിക്കോട് മാമ്പുഴ പാലത്തിനടുത്തുള്ള ടോൾ ഗേറ്റിലും ഉടനെ തന്നെ പൈസ കൊടുത്ത് യാത്ര ചെയ്യാനുള്ള കോലത്തിലാകും. കാരണം ഈ 2 ടോൾ ഗേറ്റ് മാത്രമാണ് ആക്റ്റീവ് ആകുള്ളൂ. മറ്റുള്ള സ്ഥലത്തൊന്നും പണികൾ തീർന്നിട്ടില്ലല്ലോ. അപ്പോൾ ഏതായാലും സെറ്റ്. ഇഷ്ടപ്പെട്ടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്ക്, സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കോളി.